നമസ്കാരം, ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ്. ആദ്യമായി ഗ്രഹനിലയിലേക്ക് കിടക്കാം. സൂര്യൻ ഇടവത്തിൽ ജൂൺ 14 മിഥുനത്തിലേക്ക് രാശി മാറും. ഗുരു മിഥുനൻ രാശിയിൽ ഒരു വർഷത്തേക്ക് സ്ഥിതി ചെയ്യും. ബുധൻ ഇടവം, മിഥുനം, കർക്കടകം എന്നീ രാശികളിലൂടെയാണ് ജൂൺ മാസത്തിൽ സഞ്ചരിക്കുന്നത്. കുജൻ കർക്കടകത്തിൽ ജൂൺ 7 ചിങ്ങത്തിലേക്കും ജൂലൈ 12 കന്നിയിലേക്കും സഞ്ചരിക്കും. ശുക്രൻ മേടത്തിൽ ജൂൺ 29 ഇടവൻ രാശിയിലേക്ക് സഞ്ചരിക്കും. സർപ്പൻ കുംഭത്തിലും ശിഖി ചിങ്ങത്തിലും 1.5 വർഷം ഇവിടെ സ്ഥിതി ചെയ്യും. മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരം അനുസരിച്ചാണ് ഞാൻ ഫലം പറയാൻ പോകുന്നത്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മകരം, കുംഭം, മീനം എന്നീ രാശികളുടെ ഫലമാണ്. ആദ്യമായി മകരം രാശി. ഉത്തിരാടമുക്ക, തിരുവോണം, അവിട്ടമര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മകരം രാശി. മകരത്തിൻ്റെ 8ാം ഭാവാധിപനായ സൂര്യൻ മകരത്തിൻ്റെ 5ഉം 6ഉം ഭാവങ്ങളിലൂടെയാണ് ജൂൺ മാസത്തിൽ സഞ്ചരിക്കുന്നത്. 5ാം ഭാവം സൂര്യന് പ്രതികൂല ഭാവമാണ്. ഈ സമയത്ത് ശത്രുഭയവും രോഗഭയവും മനസ്സിന് ചാഞ്ചല്യവും ഉണ്ടാകാം, പരിഭ്രമമുണ്ടാകാം. മനസ്സിൻ്റെ ഭാവമായ 5ാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോൾ മേൽപ്പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാകും. ആരോഗ്യക്കുറവും സുഹൃത്തുക്കളെ കൊണ്ട് ക്ലേശങ്ങളും ഉണ്ടാകാം. എന്നാൽ ജൂൺ 14 ശേഷം 6ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന സൂര്യൻ വിപരീത ഫലങ്ങളാണ് നൽകുന്നത്. സന്തോഷവും കാര്യലാഭവും ശത്രുനാശവും ധനലാഭവും തൻ്റെ ഇടവും ഉത്സാഹവുമാണ് ഉണ്ടാക്കുന്നത്. തൊഴിൽ സ്ഥലത്ത് സുഹൃത്തുക്കളുടെ പ്രീതിയും ലഭിക്കും. 10ാം ഭാവാധിപനായ ശുക്രൻ 4ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കർമ്മരംഗത്ത് അപ്രതീക്ഷിതമായ നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത്. ഉദ്യോഗസ്ഥർക്ക് പ്രമോഷനുകളും പ്രശംസയും ലഭിക്കും. ശുക്രൻ സുഖസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് സുഖവും സന്തോഷവും കൂടും. ധനാഗമവും സ്നേഹിത ലാഭവും ഉണ്ടാകും. കുടുംബസുഖവും സ്ത്രീ സംസർഗവും ഉണ്ടാകും. മാതാവിൻ്റെ സ്നേഹവാത്സല്യങ്ങൾ ലഭിക്കും. 5ാം ഭാവാധിപൻ കൂടിയായ ശുക്രൻ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പ്രോത്സാഹനം നൽകും. സർവ്വവിധ ഐശ്വര്യങ്ങളും കുട്ടികൾക്ക് ലഭിക്കുന്ന സമയമാണ്. പഠനത്തോടൊപ്പം തൊഴിൽ ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ കഴിയും. ദമ്പതികൾക്കും പ്രണയിക്കുന്നവർക്കും സമയം മെച്ചമാണ്. 2ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഹു വ്യർത്ഥമായ വഴക്കുകൾ ഉണ്ടാക്കാം. ധനഹാനിയും ബന്ധുക്കളുടെ വിരോധവും സന്താനക്ലേശവും ഉണ്ടാകാം. 3ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശനി നല്ല ഫലങ്ങളാണ് നൽകുന്നത്. 2025 മാർച്ച് 29 നിങ്ങളുടെ 7ാം ശനി കഴിഞ്ഞു. 3ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി ആരോഗ്യവും സുഖവും കാര്യവിജയവും ഉദ്യോഗ ലാഭവും നൽകുന്നു. 5, 6, 7 എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന ബുധൻ 6ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മാത്രം നല്ല ഫലങ്ങൾ തരുന്നു. നാനാ തരത്തിലുള്ള ഭാഗ്യങ്ങൾ ഈ സമയത്ത് ബുധൻ നൽകും. 5, 7 ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന സമയം ബുധൻ വഴക്കുകളും സുഖഹാനിയുമാണ് ഉണ്ടാക്കുന്നത്. 6ലെ വ്യാഴം അത്ര നല്ല ഫലങ്ങൾ നൽകുന്നില്ല. കുടുംബത്തിൽ കലഹങ്ങളും സർക്കാരിൽ നിന്ന് പ്രതികൂല സമീപനവും ശത്രുശല്യവും രോഗപീഠയുമാണ് ഉണ്ടാക്കുന്നത്. 7, 8 ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ചൊവ്വ പ്രതികൂല ഫലങ്ങളാണ് നൽകുന്നത്. സ്ഥാനഭ്രംശവും രോഗവും ധനനാശവും സൂചിപ്പിക്കുന്നു. 8ലെ ശിഖി ദ്രവ്യാദികൾക്ക് നാശവും സന്താന ദുഃഖവും അടുക്കും ചിട്ടയും ഇല്ലാത്ത ജീവിതവുമാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ രാഹു, കേതു, വ്യാഴം, ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ പ്രതികൂല ഫലങ്ങളാണ് ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് നൽകുന്നത്. എന്നാൽ ശനി, ശുക്രൻ, 2ാം പകുതിയിൽ സൂര്യൻ, ബുധൻ എന്നിവർ അനുകൂല ഫലങ്ങൾ നൽകുന്നു. പ്രതികൂല ഗ്രഹങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്യാം. നവഗ്രഹ ക്ഷേത്ര ദർശനമാണ് ഏറ്റവും നല്ലത്. കാരണം അവിടെ എല്ലാ ഗ്രഹങ്ങൾക്കും പൂജ നടത്താൻ പറ്റും. അതുകൊണ്ട് അവിടെ ദർശനം നടത്തി ഇഷ്ട വഴിപാടുകൾ നടത്തുക. ദോഷങ്ങൾ മാറിക്കിട്ടും. അടുത്തതായി കുംഭൻ രാശി. അവിട്ടമര, ചതയം, പൂരിട്ടാതിമുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കുംഭൻ രാശി. സൂര്യൻ കുംഭൻ രാശിയുടെ 7ാം ഭാവാധിപനാണ്. നിലവിൽ കുംഭത്തിൻ്റെ 4, 5 ഭാവങ്ങളിലൂടെയാണ് ജൂൺ മാസത്തിൽ സഞ്ചരിക്കുന്നത്. 2 ഭാവങ്ങളും സൂര്യന് പ്രതികൂല ഭാവങ്ങളാണ്. സുഖസ്ഥാനമായ 4ാം ഭാവത്തിലൂടെ സൂര്യൻ സഞ്ചരിക്കുന്ന സമയം സുഖാവസ്ഥയ്ക്ക് ഹാനിയുണ്ടാകുന്നു. മാതാവ്, ബന്ധുക്കൾ എന്നിവരുമായി കലഹങ്ങൾ ഉണ്ടാകാം. ഭൂമി, ഭവനം എന്നിവയ്ക്ക് നഷ്ടം സംഭവിക്കാം.
ശരീരപീഡയും മനോദുഃഖവും ഉണ്ടാകാം. യാത്രാക്ലേശം, സ്ത്രീകളെ കൊണ്ട് ക്ലേശം എന്നിവയുണ്ടാകാം. ജൂൺ 14 ശേഷം 5-ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന സൂര്യൻ മനോബലം നഷ്ടപ്പെടുത്തുന്നു. അനാവശ്യ പരിഭ്രമമുണ്ടാകാം. രോഗം, ശത്രുക്കൾ എന്നിവയെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും. മക്കൾക്ക് രോഗപീഠയുണ്ടാകാം. 10-ാം ഭാവാധിപനായ ചൊവ്വ അഷ്ടമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കർമ്മരംഗത്ത് തടസ്സങ്ങളും തൊഴിൽ ചെയ്യുന്നവർക്ക് അലച്ചിലും കഷ്ടപ്പാടുകളും ഉണ്ടാകും. തൊഴിൽ സ്ഥലത്ത് തർക്കങ്ങളും ഉണ്ടാകാം. ജൂൺ 7 ശേഷം ചിങ്ങത്തിലേക്ക് ചൊവ്വ രാശി മാറുന്നു. പക്ഷേ 2 ഭാവങ്ങളും ചൊവ്വയ്ക്ക് അനുകൂല ഭാവങ്ങളല്ല. കാര്യങ്ങൾക്ക് തടസ്സവും മാനഹാനിയും ശരീരപീഡയും പണത്തിന് ബുദ്ധിമുട്ടുകളുമാണ് 2 ഭാവത്തിലും ചൊവ്വ സഞ്ചരിക്കുമ്പോൾ നൽകുന്ന ഫലം. 7-ാം ഭാവാധിപനായ സൂര്യൻ ജൂൺ മാസത്തിൽ 4-5 ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. 2 ഭാവങ്ങളും സൂര്യനെ അനുകൂലമല്ലാത്തതിനാൽ ബിസിനസ്സുകാർക്ക് വലിയ നേട്ടങ്ങൾ ലഭിക്കുകയില്ല. ക്ലേശങ്ങളും നഷ്ടങ്ങളുമായിരിക്കും ഫലം. 5-ാം ഭാവാധിപനായ ബുധൻ 4, 5, 6 എന്നീ ഭാവങ്ങളിലൂടെയാണ് ജൂൺ മാസത്തിൽ സഞ്ചരിക്കുന്നത്. 4, 6 ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സമയം ബുധൻ നല്ല ഫലങ്ങൾ തരുന്നു. ജൂൺ 6 വരെയും ശേഷം ജൂൺ 22 മുതൽ 30 വരെയുമാണ് നല്ല ഫലങ്ങൾ നൽകുന്നത്. ഈ സമയം വിദ്യാർത്ഥികൾക്ക് അനുകൂല ഫലങ്ങളായിരിക്കും ലഭിക്കുക. മാതൃസുഖവും കുടുംബത്തിൽ സന്തോഷവും നാനാതരത്തിൽ വരുമാനവും ബുധൻ ഈ സമയത്ത് നൽകും. ജന്മത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഹു രോഗങ്ങളും നഷ്ടങ്ങളുമാണ് നൽകുന്നത്. മനക്ലേശങ്ങളും വഴക്കുകളും ഉണ്ടാകാം. നിങ്ങൾക്ക് 7.5 ശനി നടക്കുകയും ശനി 2-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വാക്കിൻ്റെയും ധനത്തിൻ്റെയും ഭാവമായ 2-ാം ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുന്ന സമയം ധനനാശവും വ്യർത്ഥമായ വഴക്കുകളും ഉണ്ടാകാം. സന്താന ക്ലേശങ്ങളും ബന്ധുക്കളുടെ അകൽച്ചയും സംഭവിക്കാം. 3-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രൻ ധനനഷ്ടത്തെയും ശത്രുക്കളുടെ വർധനവിനെയും കാണിക്കുന്നു. ഈ സമയത്തെ വ്യവസായത്തിൽ നഷ്ടമുണ്ടാകാതെ സൂക്ഷിക്കണം. 2025 മെയ് 14 വ്യാഴം നിങ്ങളുടെ 5-ാം ഭാവത്തിലേക്ക് രാശി മാറി. അത് കുംഭൻ രാശിക്കാർക്ക് വലിയ ഒരു അനുഗ്രഹമാണ്. 7.5 ശനിയുടെ ഈ സമയത്ത് വ്യാഴം അനുകൂല ഫലങ്ങളായിരിക്കും നൽകുന്നത്. 5-ലെ വ്യാഴം സന്താന ഗുണവും ബന്ധുസുഖവും സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങളും നൽകും. തൊഴിൽ രംഗത്തെ ഉയർച്ചയും കാര്യലാഭവും സ്ഥാനമാന ലാഭവും ലഭിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ വലിയ വിജയമുണ്ടാകും. സന്താന ലാഭവും ഉണ്ടാകും. യശസ് വർദ്ധിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് അലച്ചിൽ കൂടാതെ തൊഴിൽ ലഭിക്കും. ചൊവ്വ 6, 7 എന്നീ ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ജൂൺ 7 വരെ 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ പ്രശസ്തിയും ആനന്ദവും എല്ലാ കാര്യങ്ങളിലും വിജയവും വ്യവസായത്തിൽ വിജയവും കോടതി കാര്യങ്ങളിൽ അനുകൂലതയും നൽകും. ജൂൺ 7 ശേഷം 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ ശത്രുശല്യം കൂട്ടും. ബിസിനസ് പങ്കാളികൾ ചതിക്കാതെ ശ്രദ്ധിക്കണം. കേസുകളിൽ പരാജയം സംഭവിക്കാം. ഭാര്യാപുത്രാദികൾക്ക് രോഗങ്ങൾ ഉണ്ടാകാം. നേത്രരോഗവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 7-ലെ ശിഹി കലഹങ്ങളെ സൂചിപ്പിക്കുന്നു. അങ്ങനെ കൂടുതൽ ഗ്രഹങ്ങളും നിങ്ങൾക്ക് അനുകൂല സ്ഥാനങ്ങളിൽ അല്ല ജൂൺ മാസത്തിൽ നിൽക്കുന്നത്. പക്ഷേ സർവേശ്വരകാരകനായ വ്യാഴമാണ് നിങ്ങൾക്ക് അനുകൂലത തരുന്നത്. വ്യാഴം മാത്രം അനുകൂലനായി നിന്നാൽ മതി നിങ്ങൾക്ക് ജൂൺ മാസം സന്തോഷപ്രദമാക്കാൻ. അതുകൊണ്ട് മറ്റുള്ള ഗ്രഹങ്ങളുടെ ദോഷങ്ങൾ അകറ്റാൻ നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകളും ചെയ്യുക. ദോഷങ്ങൾക്ക് ശമനമുണ്ടാകും. അടുത്തതായി മീനൻ രാശി. പൂരിട്ടാതിക്കാൽ, ഉത്തിരിട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മീനൻ രാശി. മീനൻ രാശിയുടെ 6-ാം ഭാവാധിപനായ സൂര്യൻ നിലവിൽ മീനത്തിൻ്റെ 3, 4 ഭാവങ്ങളിലൂടെയാണ് ജൂൺ മാസത്തിൽ സഞ്ചരിക്കുന്നത്. 3-ാം ഭാവം സൂര്യന് അനുകൂല ഭാവമാണ്. സൂര്യൻ 3-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന സമയം കർമ്മരംഗത്ത് സ്വന്തം അധികാരം പ്രയോഗിക്കാനുള്ള അവസരം ലഭിക്കും. ഏറ്റെടുക്കുന്ന ജോലികൾ തടസ്സമില്ലാതെ ചെയ്തു തീർക്കാൻ കഴിയും. ചില സന്ദർഭങ്ങളിൽ വീട് വിട്ട് നിൽക്കേണ്ടതായും വരും. മനസുഖവും മിത്രസ്നേഹവും ലഭിക്കും. ജൂൺ 14 ശേഷം 4-ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന സൂര്യൻ മനസ്സമാധാനം നഷ്ടപ്പെടുത്തും. ഗ്രഹസുഖം കുറയും. ധനനാശമുണ്ടാകും. വീട്ടിൽ അനാവശ്യ കലഹങ്ങളും രോഗബാധയും സ്ത്രീകളെ കൊണ്ട് ക്ലേശവും ഉണ്ടാകാം. 10-ാം ഭാവാധിപനായ വ്യാഴം 4-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്.
10ാം ഭാവാധിപൻ കേന്ദ്രഭാവത്തിൽ നിന്നാൽ ഐശ്വര്യവും ധനവും സുഖവും ലഭിക്കും. പക്ഷേ ഇവിടെ 4ാം ഭാവം വ്യാഴത്തിന് അനുകൂല ഭാവമല്ല. അതുകൊണ്ട് അത്ര അനുകൂല ഫലങ്ങൾ നൽകുകയില്ല. ഒരു മധ്യമ ഫലമായിരിക്കും ലഭിക്കുക. കർമ്മരംഗത്ത് വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാവുകയില്ല. 4ൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം ധനനാശവും അപമാനവും ശത്രുവൃദ്ധിയും നൽകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട കേസ് വഴക്കുകൾ ഉണ്ടാകാനും ഇത് നിമിത്തം സ്വൈരത നഷ്ടപ്പെടാനും അവസരമുണ്ടാകാം. ശ്രദ്ധിക്കണം. 7ാം ഭാവാധിപനായ ബുധൻ 3, 4, 5 എന്നീ ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ബുധൻ 3ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന സമയം ബിസിനസ്സിന് അത്ര അനുകൂല സമയമല്ല. എന്നാൽ ബുധൻ 4ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന സമയം ബിസിനസ്സിൽ നല്ല ഉയർച്ചയും വരുമാനവും ഉണ്ടാകും. സുഹൃത്തുക്കളുമായി നല്ല സഹകരണവും മനസ്സന്തോഷവും ഉണ്ടാകുന്ന സമയമാണ്. 5ാം ഭാവത്തിൽ ജൂൺ 7 വരെ ചൊവ്വ സ്ഥിതി ചെയ്യുന്നു. ശേഷം 6ാം ഭാവത്തിലേക്ക് രാശി മാറും. 5ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്ന സമയം പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വിദ്യാർത്ഥികൾക്ക് കഴിയുകയില്ല. ടെൻഷൻ കൂടും. പഠനത്തിൽ അലസത കാണിക്കും. ദേഷ്യം വർദ്ധിക്കും. ഈ സമയത്ത് കുട്ടികളെ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. പ്രണയിക്കുന്നവർക്ക് സമയം മെച്ചമല്ല. ദമ്പതികൾക്കും സമയം അത്ര നല്ലതല്ല. 2ൽ നിൽക്കുന്ന ശുക്രൻ സംസാരം കൊണ്ട് മറ്റുള്ളവരെ ഇഷ്ടപ്പെടുത്താൻ സഹായിക്കുന്നു. മീഡിയയിൽ വർക്ക് ചെയ്യുന്നവർക്കും രാഷ്ട്രീയക്കാർക്കും അധ്യാപകർക്കും നല്ല സമയമാണ്. തുടർച്ചയായുള്ള ധനലാഭവും മറ്റുള്ളവരുടെ ബഹുമാനവും ലഭിക്കുന്ന സമയമാണ്. ആരോഗ്യവും വിവിധ സുഖങ്ങളും ഈ സമയത്ത്. 25 മെയ് 14 വ്യാഴം നിങ്ങളുടെ 4ാം ഭാവത്തിലേക്ക് രാശി മാറി. ധനച്ചിലവുകളും ബന്ധുക്കളിൽ നിന്ന് അകൽച്ചയും ശത്രുക്കളുടെ വർധനവും മനസ്സമാധാനക്കുറവുമാണ് 4ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം നൽകുന്നത്. ചൊവ്വ ജൂൺ മാസത്തിൽ മീനൻ രാശിയുടെ 5, 6 ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. 5ൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ സന്താന ദുഃഖവും ധനനാശവും കുടുംബക്കാരുമായി അഭിപ്രായ വ്യത്യാസങ്ങളും മനസ്സമാധാനക്കുറവുമാണ് നൽകുന്നത്. എന്നാൽ ജൂൺ 7 ശേഷം 6ാം ഭാവത്തിലേക്ക് രാശി മാറുന്ന ചൊവ്വ സർവ്വകാര്യങ്ങളിലും വിജയവും കോടതി കാര്യങ്ങളിൽ അനുകൂലതയും നൽകുന്നു. ധനവരവും പ്രശസ്തിയും ആനന്ദവും നൽകുന്നു. 6ലെ ശനി സുഖവും ധനസമൃദ്ധിയുമാണ് നൽകുന്നത്. 12ലെ രാഹു ചിലവുകളെ സൂചിപ്പിക്കുന്നു. നിങ്ങൾക്ക് 7ര ശനി നടക്കുന്നു. ശനി ജന്മത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ശാരീരിക ക്ലേശങ്ങളും കുടുംബത്തിൽ അനാവശ്യ വഴക്കുകളും മനക്ലേശങ്ങളും നൽകുന്നു. അങ്ങനെ സൂര്യൻ മാസത്തിൻ്റെ ആദ്യ പകുതിയിലും ശുക്രൻ പൂർണ്ണമായും, കുജൻ മാസത്തിൻ്റെ 2ാം പകുതിയിലും, ശനി പൂർണ്ണമായും, ബുധൻ ആദ്യ പകുതിയിലും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകുന്നു. ശനി, വ്യാഴം എന്നീ പ്രബലരായ ഗ്രഹങ്ങൾ അനുകൂല ഫലങ്ങൾ നൽകുന്നില്ല. ആയതിനാൽ ശനിദോഷ പരിഹാരത്തിനായി ശാസ്താവിന് നീരാഞ്ജനവും ഗുരുപ്രീതിക്ക് വേണ്ടി വ്യാഴാഴ്ച തോറും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസവും നടത്തുക. ദോഷങ്ങൾ കുറയും. എല്ലാവർക്കും വീണ്ടും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.